എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകത്തിലെ 20-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ അവസാന വചനഭാഗമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിച്ച് സ്വീകരിക്കണം. അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു എളുപ്പ വഴിയായി നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഒരു മാർഗമാണ് അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അട്ടപ്പാടി സഗീവൻ ധ്യാന കേന്ദ്രത്തിൽ ഏകദിന ധ്യാനം നടക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുടുംബം വന്നു. ആ കുടുംബം പറയുകയാണ്, 25 വർഷമായി അവർ ബാംഗ്ലൂർ സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് 25 വർഷമായി അത് നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ബാംഗ്ലൂർ കൺവെൻഷനിൽ ഈ കുടുംബം ഒരു പിടി മണ്ണും ഒരു പ്ലാനുമായി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛനൊരു ആശീർവാദം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ലൊരു വീടുണ്ടാവും. ഒരു 2 സെൻറ്റൻസ് എങ്ങനെ ദൈവം പ്രവർത്തിച്ചു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മിനിട്ടോ. ഞങ്ങൾ കുടുംബസമേതം ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ബാംഗ്ലൂരുള്ള മക്കളെ 2014 ബാംഗ്ലൂർ അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഞങ്ങൾ സംബന്ധിക്കുകയും ഞങ്ങൾ 25 വർഷത്തോളമായി ബാംഗ്ലൂർ, എൻ്റെ ഹസ്ബൻഡ് 25 വർഷത്തോളമായി, ഞാൻ 15 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞ് കുടുംബസമേതം അവിടെ താമസിക്കുന്നു. ഇത്ര വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനമില്ലായിരുന്നു. 25 വർഷത്തോളമായി, പക്ഷെ സ്വന്തമായിട്ടൊരു വീട് ബാംഗ്ലൂർ ഇല്ല. ഞങ്ങൾ ഇതിൻ്റെ കാരണത്താൽ വളരെയധികം വിഷമിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കൺവെൻഷന് വരുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് പോയി. കാരണം അച്ഛനെ കണ്ട് ഈ മണ്ണൊന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അച്ഛനെ കാണുകയും ഞങ്ങളുടെ ഈ വിഷമം അച്ഛനോട് പറയുകയും ഈ മണ്ണ് അച്ഛൻ ഞങ്ങൾക്ക് വെഞ്ചരിച്ച് തന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഈ ഭവനം പണിയാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനും അച്ഛൻ വെഞ്ചരിച്ച് തന്നിട്ട് പറഞ്ഞു, ഇതിലും മനോഹരമായൊരു ഭവനം കർത്താവ് നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുന്നു, നിങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അന്ന് രാത്രി തന്നെ ഞാനും ഹസ്ബൻഡും മക്കളും കൂടി ആ സ്ഥലത്ത് പോയി ഈ മണ്ണ്, അച്ഛൻ വെഞ്ചരിച്ച് തന്ന മണ്ണ് കൊണ്ട് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കല്ലിടാൻ സാധിക്കും. 25 വർഷമായി ബുദ്ധിമുട്ടാണ്, നടക്കണില്ല. അപ്പോഴാണ് പൈസയൊന്നും കയ്യിൽ അധികം ഇല്ല, പക്ഷെ ഒരു പ്ലാനും ഉണ്ട്, ഒരു പിടി മണ്ണും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഇത് കൊണ്ടുവന്നാണ് വെഞ്ചിരിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നടക്കും, നിങ്ങൾ അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്തുകയോ ഇല്ലയോ എന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പോൾ നിങ്ങൾ സാക്ഷ്യപ്പെടുത്താന്ന് പറയാം, ഉറപ്പായിട്ട് സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 15 ദിവസത്തിനുള്ളിൽ കല്ലിടാൻ സാധിക്കുകയും ചെയ്തു. 1700 സ്ക്വയർ ഫീറ്റിന്റെ ഒരു പ്ലാനായിരുന്നു അച്ഛനെ കൊണ്ട് കാണിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിലും മനോഹരമായ ഭവനം തന്ന് അനുഗ്രഹിക്കുന്നു. 4000 സ്ക്വയർ ഫീറ്റിന് അടുത്തൊരു വളരെ മനോഹരമായ ഒരു ഭവനം തന്നെ ബാംഗ്ലൂര്, അട്ടപ്പാടിയിലല്ല കേട്ടോ. അതിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. 4000 സ്ക്വയർ ഫീറ്റ് ബാഗ്. അയ്യോ, ഇതെന്താ കാണുന്ന കൊട്ടാരമാ. ഞാൻ പണ്ട് സൗദി പോയപ്പോ ഒരു അല്ല ഗൾഫിൽ ഇങ്ങനത്തെ ചില കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ട്. അതുമാതിരി നോക്ക്, എന്താ ഇത് ബാംഗ്ലൂര്. അച്ഛൻ അപ്പോൾ ഞങ്ങൾക്ക്, എൻ്റെ ഹസ്ബൻഡ് സ്വന്തമായൊരു ബിസിനസ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പം ഞങ്ങളുടെ പപ്പ 1.5 വർഷത്തോളം അവിടെ വന്ന് താമസിച്ച് ഞങ്ങൾക്ക് ഈ ഭവനം പണിത് ഞങ്ങൾ ഭവനത്തെ പറ്റി ഒരു ടെൻഷനും അനുഭവിച്ചില്ല. പണിക്ക് നേതൃത്വം കൊടുക്കാനുള്ള ആളെ കേരളത്തിൽ നിന്ന് അവിടെ കർത്താവ് തന്നെ ഈ വലിയ അനുഗ്രഹത്തിന് ഈ അഭിഷേകാഗ്നി ബാംഗ്ലൂർ കൺവെൻഷൻ ഞങ്ങൾ വന്നിരുന്നു. പക്ഷെ മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് കുടുംബസമേതം സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. എപ്പോഴും പറയുമ്പോൾ മക്കളെ കൂട്ടി പറയണം, കാരണം അച്ഛന് കുട്ടികൾ വന്ന് പറയണത് ഭയങ്കര സന്തോഷം. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം, ഒരു കുടുംബം വീടുണ്ടായതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മക്കൾക്കും കുടുംബത്തിലെല്ലാം വിശ്വാസവും പ്രാർത്ഥനയും യേശുവിനോട് സ്നേഹവും വചന ശുശ്രൂഷയോട് ബോധ്യമൊക്കെ ഉണ്ടായി. നമ്മുടെ പല കുട്ടികളെയും പിടിച്ചാൽ കിട്ടാതെ കയറ് പൊട്ടിച്ച് നടക്കണം, തൊഴുത്തിൽ നിന്ന് കയറ് പൊട്ടിച്ച് നേരം വിളക്ക് ഓടിപ്പോണ ചില പോലെ ഓടി നടക്കുമ്പോൾ നല്ല അനുസരണവും വചനത്തിന് ദാഹവും ശുശ്രൂഷയ്ക്ക് ദാഹമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഈ കുട്ടികൾ അപ്പൻ്റെ അമ്മയുടെ കൂടെ നല്ല കൃപയാൽ ഇവിടെ വന്ന് കർത്താവിനെ ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം അതിൽ 9-ാം തിരുലിഖിതം
കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പണ്ട് എനിക്ക് ഒരച്ഛനായിരിക്കുന്നതിൽ വലിയ ഒരു വൈദികൻ്റെ ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ പോകുന്നതിൽ വലിയൊരു മതിപ്പ് തോന്നിയിരുന്നില്ല. ഒരു വൈദികൻ്റെ ലോഹ ധരിച്ച് നടക്കുക, അല്ലെങ്കിൽ ഒരു വൈദികൻ തലയെ കൈവച്ച് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കുമ്പസാരിപ്പിക്കുക, കുർബാന അർപ്പിക്കുക, എപ്പോഴും പള്ളിയിരിക്കുക, എപ്പോഴും കൊന്തയില്ലുക, ഇത് മാത്രം. ഇതെന്താ? അത് എനിക്കൊരു വൈദിക ജീവിതത്തെക്കുറിച്ച് മതിപ്പ് തോന്നുന്നതൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംഖ്യ 16:9 വചനം ഇങ്ങനെ വായിക്കണത്: കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാരമായ കാര്യമാണോ? എനിക്ക് നിസ്സാരമായ കാര്യം പോലെ തോന്നിയിരുന്നു. പല ആളുകൾക്ക് ഒരു അച്ഛനെ കണ്ടാൽ നിസ്സാരമാ തോന്നുക. ചില അച്ഛന്മാരെ കണ്ടാൽ ചില റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ പല അച്ഛന്മാരെ കാണുമ്പോഴും പലർക്കും തീരെ നിസ്സാരം എന്ന് തോന്നിപ്പിക്കത്തക്ക വിധം പിശാച് നമ്മുടെ ബോധമണ്ഡലത്തെ മൂടിക്കളഞ്ഞ് മറച്ച്. അതുകൊണ്ട് ആ വൈദികൻ്റെ ശുശ്രൂഷ വഴി നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ ഇടവരാതിരിക്കാൻ സാത്താൻ കൗശലപൂർവം അവൻ്റെ വഞ്ചന നമ്മുടെ നേരെ പ്രയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു അച്ഛന് പൗരോഹിത്യം കിട്ടിയാൽ പിന്നെ ആ അച്ഛൻ്റെ വിശുദ്ധി കൊണ്ടോ ആ അച്ഛൻ്റെ എന്തെങ്കിലും ശ്രേഷ്ഠത കൊണ്ടോ അല്ല പിന്നെ അവിടെ ദൈവശക്തി പ്രവർത്തിക്കുന്നത്. ദൈവം ആ അച്ഛൻ്റെ മേൽ ദാനമായി നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ വലിയ അത്ഭുത ശക്തിയാൽ ദൈവത്തിൻ്റെ ശക്തി ആ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ട് വ്യാപരിക്കും. വേദനിക്കുന്നവർ, രോഗികൾ, തകർന്നവർ, കടബാധ്യതയുള്ളവർ, ഒരാൾക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റാത്തവർ, ഒരാൾക്ക് സഹായിക്കാൻ പറ്റാത്തവർ, എല്ലാം കൊണ്ടും സർവ്വവിധത്തിലും അകപ്പെട്ടു പോയവർ, ഇങ്ങനെയുള്ള നിസ്സഹായരും വേദനിക്കുന്നവരും തകർന്നവരുമായ മക്കളെ വളരെ പെട്ടെന്ന് സഹായിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ പൗരോഹിത്യത്തെ ഉയർത്തിയത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുകളെ പുറത്താക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. അപ്പോൾ യേശുക്രിസ്തുവിലുണ്ടായിരുന്ന, ദൈവത്തിലുണ്ടായിരുന്ന ഈ വലിയ ശക്തി വിശേഷം ഭൂമിയിലെ മനുഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അത് മനുഷ്യന്മാർക്ക് പകർന്നു കൊടുത്തിട്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ വേഗം പോവുക, നിങ്ങൾ വേഗം പുറപ്പെടുക, വേഗം എല്ലായിടത്തും എത്തുക, എന്നിട്ട് രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുകളെ ബഹിഷ്കരിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക. വേറൊരു വാക്യം പറഞ്ഞാൽ വേദനയിൽ ഇരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി കരകവിഞ്ഞ് ഒഴുകുന്നതിന് അവിടെ ഒരു ഉപകരണമായി വ്യാപരിക്കുക. ഇത് ഇന്ന് നടക്കും മക്കളെ. നമ്മുടെ വിശ്വാസക്കുറവ്, നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ വഴികളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ പല കുടുംബങ്ങളിൽ അനുഗ്രഹം കിട്ടുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം, ശ്രദ്ധിച്ചു കേട്ടെ. അച്ഛന് കർത്താവ് ഒരു പ്രേരണ നൽകി. എന്ത്? ഈ അഭിഷേകാഗ്നി മലയിൽ, ഈ മലയിൽ ഒരു കുരിശ് സ്ഥാപിക്കുക, ഒരു കൽക്കുരിശ് സ്ഥാപിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ ജനം വരുമ്പോൾ കർത്താവിൻ്റെ ജനം ആ കുരിശെ പോയി തൊട്ട് പ്രാർത്ഥിക്കട്ടെ, ദൈവം അവരെ അനുഗ്രഹിക്കും. ഇത്രേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, അവർ വേറെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കർത്താവിന് ജനം ഒരു ആവശ്യമായി വന്നാൽ അവർ തിക്കും തിരക്കും പിടിച്ച് ഓരോ സ്ഥലത്ത് ക്യൂ നിൽക്കേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥ വേണ്ട. അവർ കൗൺസിലിങ്ങിന് പോകണ്ട, അവിടെ ഇവിടെ നിൽക്കണ്ട. അവരൊരു കാര്യം ചെയ്താൽ മതി, അവർ ഈ കൽക്കുരിശിൽ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് എനിക്കൊരു പ്രേരണ തന്നു, ഞാൻ വേഗം ഒരു കൽക്കുരിശ് വാങ്ങാൻ ഒരു ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ ആ കൽക്കുരിശ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ കൽക്കുരിശ് അവിടെ സ്ഥാപിച്ചു. ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്കൊരു സങ്കടമോ തകർച്ചയോ വരുമ്പോൾ നിങ്ങൾ ആ കൽക്കുരിശിൽ തൊട്ട് ഒരു സെക്കൻഡ് യേശുവേ നിലവിളിക്കുക, ദൈവം നിങ്ങളെ സഹായിക്കും. ഈ ഒരു ദൂത് ഒരു ചെറുപ്പക്കാരൻ കേട്ടു. ചെറുപ്പക്കാരൻ അത് വിശ്വസിച്ചു. ചെറുപ്പക്കാരൻ നേരെ അവിടെ നിന്ന് പുറപ്പെട്ട് ആ കൽക്കുരിശെ തൊട്ടു. ആ ചെറുപ്പക്കാരൻ 2012 പഠനം പൂർത്തിയാക്കിയതാണ്. എവിടെ പോയാലും ജോലി കിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു കൽക്കുരിശുണ്ടെന്ന് ആരോ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ നേരെ കൽക്കുരിശിൻ്റെ അടുത്തേക്ക് പോയി. യേശു എങ്ങനെ പ്രവർത്തിച്ചു നമുക്ക് ശ്രദ്ധിക്കാം.
എൻ്റെ പേര് നിഖിൽ ജോർജ്, എറണാകുളം സെൻറ് ജെയിംസ് ഇടവകയിൽ നിന്ന് വരുന്നു. എറണാകുളത്ത് നിന്നാണ് നിവിൻ. പറ മോനെ. ഞാൻ ഡിഗ്രി BSc ഫിസിക്സ് പഠിച്ചതിന് ശേഷം 2012 കഴിഞ്ഞതാണ്. 2012 ഡിഗ്രി എല്ലാം കഴിഞ്ഞ് BSc എല്ലാം കഴിഞ്ഞിരിക്കുക. അതിനുശേഷം ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്ന ലക്ഷ്യത്തോടെ PSc കോച്ചിങ് ക്ലാസ്സിലേക്ക് പോവുകയുണ്ടായി. നിരവധി പരീക്ഷകൾ എഴുതിയെങ്കിലും ഒരുപാട് നിരവധി ഇൻ്റർവ്യൂകളും പരീക്ഷകളും ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് പക്ഷേ ഒന്നിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയിരുന്ന അവസരത്തിൽ അട്ടപ്പാടി സെഹിയോൺ ധ്യാന കേന്ദ്രത്തിൽ വരുവാനും ഏകദിന ധ്യാനത്തിൽ പങ്കെടുക്കുവാനും രാവിലെയുള്ള കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുവാനും ധ്യാന ശുശ്രൂഷകൾക്ക് ശേഷം അഭിഷേകാഗ്നി മലയിലെ കൽക്കുരിശിൽ കെട്ടിപ്പിടിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ ഇതിൻ്റെ സൈഡിൽ കൂടെ കയറി ആ മലയെ കൂടെ അള്ളിപ്പിടിച്ച് കയറി ആ കൽക്കുരിശിന് അവിടെ ചെന്ന കൽക്കുരിശ് 2 കൈ കൊണ്ട് വട്ടം പിടിച്ച് അങ്ങോട്ട് കരഞ്ഞ് യേശുവേ യേശുവേ അങ്ങനെ പ്രാർത്ഥിക്കുകയും അപ്പോൾ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ തലയിൽ കൈവച്ച് ആശീർവദിക്കുകയും എന്നിട്ട് നീ ധൈര്യത്തോടെ അടുത്ത പരീക്ഷ എഴുതി, നീ എന്തായാലും വിജയിക്കുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ അച്ഛനത് കണ്ടു. അച്ഛൻ അപ്പം തന്നെ ഇറങ്ങി വന്ന് ബ്ലസ് ചെയ്ത് വിട്ട്, നീ പേടിക്കണ്ട, നിന്റെ കാര്യം ശരിയായെന്ന് പറഞ്ഞു. അതുവരെ ഒരു ഗവൺമെൻറ് ജോലി PSc പരീക്ഷയിൽ ഒന്നുപോലും പാസ്സാകാതെന്ന് ഞാൻ ഒരു ഗവൺമെൻറ് ജോലി ലക്ഷ്യം വെച്ച് മുന്നേറിയിരുന്ന എനിക്ക് ദൈവം കേന്ദ്ര ഗവൺമെൻറ് ജോലി നൽകി അനുഗ്രഹിച്ചു. ദൈവമേ, ഇവിടെ ലോക്കൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും കിട്ടിയാൽ വന്ന് വിചാരിച്ചത് ഗവൺമെൻറ് അല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി ദൈവം അങ്ങോട്ട് കൊടുത്ത്. ഞാനിപ്പോൾ നേവൽ ബേസിൽ 1 മാസമായിട്ട് ഇപ്പോൾ എറണാകുളത്ത് നിൽക്കാൻ സമയമില്ല, ഫുൾ ബിസി ആയിരിക്കുകയാണ്. ഇപ്പോൾ നോക്ക്, 2012 തൊട്ട് എഴുതിയ പരീക്ഷകൾക്ക് കണക്കില്ല, പോയ ഇൻ്റർവ്യൂകൾക്ക് കണക്കില്ല, അയച്ച ആപ്ലിക്കേഷൻസിന് കണക്കില്ല. എല്ലാ സ്ഥലത്തു നിന്നും ബുദ്ധിമുട്ട്, നിരാശ, മനസ്സിൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോവുക, വീട്ടിലൊരു ഭാരം പോലെ ആയി മാറുക. മാതാപിതാക്കൾക്ക് ഈ മകൻ്റെ സങ്കടം ഓർത്ത് സങ്കടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ കുരിശൻ തൊട്ടി കൽക്കുരിശ് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ വന്നു ഒരൊറ്റ സംസാരം. എന്താ പറഞ്ഞത്? നീ പേടിക്കേണ്ട മോനെ, നീ പോയിക്കോ, അടുത്തതിൽ നിനക്ക് ഉറപ്പ്. നോക്ക്, 2 സെൻറ്റൻസ് അച്ഛന് പറയേണ്ടി വന്നുള്ളൂ. ദൈവം അതുപോലെ നടത്തി. അച്ഛൻ്റെ പുണ്യയോഗ്യത കൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം വിശുദ്ധ ലിഖിതങ്ങളിൽ പൗരോഹിത്യത്തെ മാനിച്ച് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ ജീവിക്കുന്നവനായ ദൈവം ആകാശം ചായിച്ച് ഇറങ്ങി വന്ന് ആ വാക്കുകളെ സ്ഥിരീകരിച്ചു. അതാണ് യെശയ്യാ 44:26 നാം വായിക്കുന്നത്. യെശയ്യാ 44:26 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് തൻ്റെ ദാസരുടെ വാക്കുകൾ നടപ്പാക്കുകയും തൻ്റെ ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യുന്നു. തൻ്റെ ദാസന്മാരൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ ഉറപ്പിക്കുന്നത് ആരാണ്? ഉറക്കെ പറ, വിളിച്ച ദൈവം. ഒരച്ഛൻ സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ പുണ്യത്തിൻ്റെ പിൻബലത്തിലല്ല, വിളിച്ച ദൈവത്തിൻ്റെ പിൻബലത്തിലാണ് അച്ഛൻ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിളിച്ച ദൈവ വാക്കിനെ സ്ഥിരീകരിക്കും. വചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് തൻ്റെ ദാസന്മാരുടെ വാക്ക് ഉറപ്പിക്കുകയും തൻ്റെ ദൂതന്മാരുടെ ഉപദേശത്തെ ഒരു ദൂതനൊരു ഉപദേശം കൊടുത്തു. എന്താ ഉപദേശം? ആ കൽക്കുരിശിൽ തൊട്ട് പ്രാർത്ഥിക്കുക, ആ പള്ളിയിൽ കയറി ഒരു 9 എത്രയും തീയുള്ള മതം ചെല്ല്, അല്ലെങ്കിൽ ഒരു കുർബാനയിൽ പങ്കെടുക്ക്, നന്നായിട്ടൊന്ന് കുമ്പസാരിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുരിശിൻ്റെ വഴി നടത്ത്, അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുദപിക്ക്. ഒരു ഉപദേശം, സന്ധ്യാപ്രാർത്ഥന വീട്ടിലേക്ക് പോ, എല്ലാ ദിവസവും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന, ഇങ്ങനെ ഒരു ഉപദേശം തന്നാൽ ആ ഉപദേശത്തിൽ ഒരു അനുഗ്രഹം ഇരിക്കുന്നുണ്ട്. ആ ഉപദേശത്തിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഔഷധം ഇരിക്കുന്നുണ്ട്. അത് ദൈവമാണ് അതിനെ ഔഷധമാക്കിയും പരിഹാരമാക്കിയും മാറ്റുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു കുട്ടിയെ ഒരു സിസ്റ്ററാകാനോ ഒരു വൈദികനാകാനോ ഒരു അൽമായ ശുശ്രൂഷകനാകാനോ ദൈവരാജ്യത്തിൻ്റെ ഒരു വേലക്കാരനായി ഒരു ശുശ്രൂഷകനായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും ഒരാളെ വിളിച്ചാൽ അത് വലിയ ബഹുമതിയാണ്, ഒരു നിസ്സാര കാര്യമല്ല. കർത്താവ് ചോദിക്കുകയാണ്, സമൂഹത്തിന് മുമ്പിൽ നിൽക്കാനും എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാനും ഞാൻ സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് ഒരു നിസ്സാര കാര്യമാണോ? കർത്താവ് അതിനെ വലിയ വിധത്തിലാണ് കാണുന്നത്. എന്നിട്ട് ആ വ്യക്തി പറയണത് കർത്താവിൻ്റെ വാക്ക് പോലെ കർത്താവ് സ്ഥിരീകരിക്കുക. ആ വ്യക്തി ആശീർവദിക്കുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുക.
സന്തോഷത്തിന് പറഞ്ഞ ഹല്ലേലൂയ. ഒരു പുരോഹിതൻ ആശീർവദിച്ചാൽ, ഒരു പുരോഹിതൻ വെഞ്ചരിച്ചാൽ, ഒരു പുരോഹിതൻ നെറ്റിക്ക് പിടിച്ച് പ്രാർത്ഥിച്ചാൽ, ഒരു കർത്താവിൻ്റെ ശുശ്രൂഷകൻ, ചിലപ്പോൾ സിസ്റ്ററായിരിക്കും, ചിലപ്പോൾ വചന പ്രഘോഷകരായിരിക്കും, ഒരു കർത്താവിൻ്റെ ഒരു ദാസൻ, കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ശുശ്രൂഷ ചെയ്താൽ അപ്പം തന്നെ കർത്താവ് അത് സ്ഥിരീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യം. ഉദാഹരണത്തിന് മക്കളില്ലാത്തൊരു കുടുംബം, അല്ലെങ്കിൽ കടബാധിതരുടെ കുടുംബം, അല്ലെങ്കിൽ രോഗം വഴി തകർന്നൊരു കുടുംബം എന്ന് പറയുകയാണ്. അയ്യോ രോഗിയാണേ, ആർക്കും ചികിത്സിച്ചിട്ട് സുഖപ്പെടുത്താൻ പറ്റുന്നില്ല, ഇങ്ങനെ വേദനകൾ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്, രോഗം മാറട്ടെ, അല്ലെങ്കിൽ ഈ രോഗം വിട്ടുപോകട്ടെ, ഇനി ഇത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് കരുത്. അപ്പോൾ തന്നെ ദൈവം എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുമെന്ന് സംഖ്യ 6:27 രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം പ്രാർത്ഥന ഉച്ചരിക്കുമ്പോൾ പറയാണ്, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൻ്റെ അവസാനത്തെ സെൻറ്റൻസാണ് 27-ാമത്തെ വാക്യം. അവസാനത്തെ പാരഗ്രാഫ് മുഴുവൻ പറയണത് ഈ ഒരു വൈദികൻ്റെ പ്രാർത്ഥന, പൗരോഹിത്യമുള്ള ഒരാളുടെ പ്രാർത്ഥന, ദൈവം വിളിച്ച ഒരാൾ പ്രാർത്ഥിച്ചാൽ സ്വർഗ്ഗം എങ്ങനെ അതിനെ കണക്കാക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അവസാനം പറയുകയാണ്, അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഞാനും അവരെ അനുഗ്രഹിക്കും എന്താ പറഞ്ഞിരിക്കുന്നത്. ഞാനും അപ്പോൾ അവരെ അനുഗ്രഹിക്കും. ഇന്നലെ ഇവിടെ ഒരു കുടുംബം വന്നു. ആ കുടുംബം പറയുകയാണ്, 17 വർഷമായി മൈഗ്രെയിൻ തലവേദന വന്ന് ആ അമ്മ തല വെട്ടി പൊളിയണ വേദനയെ കടന്ന് പൊളയുകയാണ്. ഒരു മെഡിസിനും കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അട്ടപ്പാടി വന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും വെഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വെഞ്ചരിച്ച് തരാം, അത് നിങ്ങൾക്ക് ഔഷധമായി മാറുമെന്ന് പറഞ്ഞ്. ആ അമ്മ അത് വിശ്വസിച്ചു. നോക്കാം വെഞ്ചരിക്കുക ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ തലവേദനയ്ക്ക് പുരട്ടാൻ വേണ്ടി ഒരു ഓയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ അമ്മ ആ ഓയിൽ ഉയർത്തിപ്പിടിച്ച് അച്ഛന്മാർ വെഞ്ചരിച്ച് പോയ സമയത്ത് അങ്ങോട്ട് വെഞ്ചരിച്ച്, എന്നിട്ട് ഒരു തുള്ളി ഇങ്ങനെ അങ്ങനെ പുരട്ടിയുള്ളൂ. പിന്നെ ഇന്ന് വരെ ആ തലവേദന അങ്ങോട്ട് കുടുംബത്തിൽ കയറിയിട്ടില്ല. ആ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മരിയ. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ആലപ്പുഴയിൽ നിന്നാണ് മരിയ. എൻ്റെ അമ്മ കഴിഞ്ഞ 17 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. 17 വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദന. അപ്പോൾ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എൻ്റെ അനിയൻ 2-ൽ, എൻ്റെ ചേട്ടൻ 6-ലും പഠിക്കുമ്പോൾ എൻ്റെ പപ്പ സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളിൽ അമ്മയ്ക്ക് മൈഗ്രെയിൻ വരുമ്പോൾ അമ്മ പോയി കിടക്കും, അമ്മയുടെ ചുറ്റും ഞങ്ങൾ 3 പേരും പോയി കിടക്കും. അത് കഴിഞ്ഞ് ചില ദിവസങ്ങൾ ഭക്ഷണമൊന്നും മിക്കവാറും തന്നെ കഴിക്കാറുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ആഴ്ചയിൽ 6 ദിവസവും 7 ദിവസവും തന്നെ തലവേദന, ഈ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത പോലെ അമ്മ എണീക്കാൻ പറ്റില്ല. ദിവസത്തിൽ ആഴ്ചയിൽ 6 ദിവസമൊക്കെ അതുപോലെ പട്ടിണി. കാരണം അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ മക്കൾ ഇവർ എന്ത് ചെയ്യും, ഇവർ 2-ലും 3-ലും 6-ലൊക്കെ പഠിക്കുമ്പോൾ ദിവസങ്ങളോളം ഈ അമ്മയുടെ ചുറ്റിനും വിഷമിച്ചിരിക്കും. ചില ദിവസമൊക്കെ വീടിൻ്റെ വാതിൽ വരെ പൂട്ടാതെ, അമ്മയ്ക്ക് വയ്യാത്തത് കാരണം ഞങ്ങൾ കിടന്നുറങ്ങിപ്പോയി അങ്ങനെ വാതിൽ പോലും പൂട്ടാതെ കിടന്നിട്ടുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുട്ടികളും കുടുംബത്തിലാണെങ്കിൽ ഭയങ്കര സമാധാനം, ഒരു സ്വസ്ഥതയില്ല, ഒന്നും ചെയ്യാൻ മനസ്സ്, ഒരു ജീവനില്ല. അവസാനം കഴിഞ്ഞ ജൂൺ മാസം ഞാനും പപ്പായും അമ്മയും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ വെഞ്ചരിക്കാൻ പറഞ്ഞപ്പം കയ്യിൽ അമ്മയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ വെഞ്ചരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും. അമ്മ എവിടെ പോയാലും മുടങ്ങാതെടുക്കുന്ന ആക്സ് ഓയിലായിരുന്നു. അപ്പോൾ ആക്സ് ഓയിൽ കയ്യിലെടുത്ത് അച്ഛൻ വെഞ്ചരിക്കാൻ പറഞ്ഞ സമയത്ത് ആക്സ് ഓയിൽ വെഞ്ചരിച്ച് അമ്മ കൈ വെച്ച്, ദൈവമേ എനിക്കിനി ഒരിക്കലും തലവേദന വരരുതെന്നും പറഞ്ഞു. എൻ്റെ ദൈവമേ ഇനി ഒരിക്കലും എനിക്ക് തലവേദന വരരുതേ എന്ന് പറഞ്ഞ് ആ ഓയിൽ അങ്ങോട്ട് വെഞ്ചരിച്ച്. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ തലവേദന വരുന്നത് ഈ ഉറക്കമുളച്ച്. ഞങ്ങൾ അതുവരെ ഒരിക്കലും ക്രിസ്മസിൻ്റെ രാത്രി കുർബാനയ്ക്കൊന്നും പോയിട്ടില്ല. പോയാൽ ക്രിസ്മസിൻ്റെ ദിവസം മുഴുവൻ അമ്മയ്ക്ക് തലവേദനയായിരിക്കും. അതുകൊണ്ട് ഞാൻ പാതിര കുർബാനയൊന്നും കുഞ്ഞിലെ കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ല. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബറിലും പോയി പാതിര കുർബാനയും കണ്ടു. ക്രിസ്മസും നല്ല രീതിയിൽ ആഘോഷിച്ച അമ്മയ്ക്ക് തലവേദന. എത്ര ഉറക്കം ഒഴിച്ചാലും തലവേദന ഇല്ല. ഇല്ല, തലവേദന ഇല്ല. ദൈവമേ, ആ വെഞ്ചരിച്ച ഓയിൽ പിടിച്ച സമയത്ത് അമ്മ ഒറ്റ പ്രാർത്ഥനയാണ്, ഇനി ഒരിക്കലും ഈ തലവേദന വരാതിരിക്കാൻ തക്കവണ്ണം എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ആ ഓയിലിനെ അങ്ങോട്ട് കൈ പിടിച്ചു വെഞ്ചിരി ഹോളി വാട്ടർ തളിച്ച്. പിന്നെ അതുകൊണ്ട് നെറ്റിയെ പുരട്ടിയാണ്, തലയെ പുരട്ടിയിട്ടുണ്ടാവും, അത് ഉപയോഗിച്ച് പിന്നെ അതോടുകൂടി തലവേദന പോയി. അല്ലേ? ആ ഓയിൽ ഉപയോഗിക്കാൻ എന്താണ്ടായത്? ഓയിൽ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തേ? തലവേദന വരുന്ന സമയത്ത് ഓയിൽ ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി അതോടുകൂടി തലവേദന അങ്ങോട്ട് വിട്ടുപോയി.
പിന്നെ ഉറക്കൊഴിച്ചാലും അത് പ്രാർത്ഥനാത്തേക്ക് കുർബാനയ്ക്ക് പോയാലും പിന്നെ പിറ്റേ ദിവസം കുഴപ്പം നല്ല സൗഖ്യം യേശു അങ്ങോട്ട് കൊടുത്ത്. ഇത് എത്ര വർഷമായുള്ള കുട്ടിക്കാലം തൊട്ടുള്ളത് അല്ലേ? ഒരു 10-17 വർഷമായി. 17 വർഷമായി അമ്മയെ അലട്ടിക്കൊണ്ടിരുന്ന മൈഗ്രെയിൻ തലവേദനയാണ് ഇവിടെ പോയത്. അമ്മ ആലപ്പുഴയെ കാണാത്ത ഡോക്ടർമാരില്ല, നോക്കാത്ത മരുന്ന്, പച്ചമരുന്ന്, ആയുർവേദം, അലോപ്പതി എല്ലാം നോക്കിയിട്ടുണ്ട്. വൈദ്യം, ഒറ്റമൂലി അല്ലേ, പിന്നെ പ്രകൃതി, എല്ലാ തരത്തിലുള്ളത് നോക്കി, ഒന്നും മാറിയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അമ്മയുടെ ഈ അവസ്ഥ കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. അവൾ 7 വർഷമായിട്ട് മൈഗ്രെയിൻ അനുഭവിക്കുമായിരുന്നു. അപ്പം ഞാൻ മിക്ക ദിവസവും ക്ലാസ്സിൽ വരും, ക്ലാസ്സിൻ്റെ അവസാനം തീർക്കാതെ തന്നെ വീട്ടിൽ പോകേണ്ട അവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു മൈഗ്രെയിൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, 7ാം ക്ലാസ് തൊട്ട് മരുന്ന് കഴിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അട്ടപ്പാടി പോയിട്ട് വരുമ്പോൾ നിനക്ക് ഒരു കൊന്ത വെഞ്ചരിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഈ കുട്ടി പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി നീ വിഷമിക്കണ്ട, ഞാൻ അട്ടപ്പാടി പോണ ആളാ, ഞാൻ അട്ടപ്പാടി പോയിട്ട് വരുമ്പം നിനക്ക് വേണ്ടി വെഞ്ചിരിച്ച് എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നിട്ടൊരു കൊന്ത വെഞ്ചിരിച്ച് കൊണ്ട് കൊടുത്ത് കൊന്ത കൊടുത്തിട്ട് അവളോട് പറഞ്ഞു ദിവസം 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി നീ പ്രാർത്ഥിക്കും, നിനക്ക് ഇനി മൈഗ്രെയിൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവള് പ്രാർത്ഥിച്ച് ഇപ്പൊ അവള് മൈഗ്രെയിൻ്റെ മരുന്ന് ഉപയോഗിക്കുന്നേ ഇല്ല. മൈഗ്രെയിനും ഫുള്ളായിട്ട് വിട്ടുപോയി, മുഴുവനായി മാറി. 7ാം ക്ലാസ് തൊട്ടുണ്ടായിരുന്നു. നോക്കുക സഹോദരങ്ങളെ, അപ്പോൾ ഒരു സമൂഹം ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ധ്യാനത്തിനെ. അപ്പം തന്നെ അച്ഛൻ പറയാണ്, ഇപ്പം നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രേരണ തരുന്നുണ്ട്, നിങ്ങൾ വെഞ്ചിരിക്കാനുള്ള എന്തെങ്കിലും കൊണ്ടെങ്കിൽ കൊടുന്ന് കൈപിടിച്ചോ, ഇപ്പോൾ പ്രാർത്ഥിക്കാം, അത് നിങ്ങൾക്ക് ഉപകാരമായി മാറും, നിങ്ങളുടെ പ്രശ്നത്തിൽ ദൈവശക്തി വരും എന്ന് അച്ഛൻ അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ അമ്മ 17 വർഷം എത്രയോ മറുമരുന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് മാറാത്ത സമയത്ത് ഈ ഒരു ഓയിൽ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് കയ്യിരിപ്പുണ്ടായിരുന്നു, കുറച്ച് ബാക്കി, അത് ഹോളി വാട്ടറിൻ്റെ ഒരു തുള്ളി വീണിട്ടുണ്ടാവും, ഇത്രേ ഉള്ളൂ. ഒരു ഇങ്ങനെ ഒന്ന് തേച്ചോളം ഓർമ്മയുള്ളൂ. പിന്നെ ഇന്ന് വരെ അത് അവനലട്ടിയിട്ടില്ല. എന്താ എൻ്റെ കാരണം? ദൈവശക്തി. ദൈവം അപ്പം തന്നെ തൊട്ടു. ഈ വെഞ്ചരിച്ച സാധനം കൊണ്ടുപോയി പെരട്ടി ആ ക്ഷണത്തിൽ തന്നെ ദൈവം അവരെ തൊട്ടു. എന്താ കാരണം? ഈ വൈദികൻ അവിടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അല്ലേ? വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്യണത്? മലാഖി പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 2-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം, ദൈവത്തിൻ്റെ ആലോചന പുരോഹിതൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടണം, ജനം പുരോഹിതൻ്റെ അടുത്തെ സമീപിക്കണം, അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. ഹീ ഈസ് ദ മെസഞ്ചർ ഓഫ് ഗാഡ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ മെസഞ്ചറാണ്, ദൂതനാണ്. അപ്പോൾ ആ ദൂതൻ ഒരു കാര്യം പറഞ്ഞാൽ ആ ദൂതൻ്റെ വാക്കുകളെ സ്ഥിരീകരിക്കുന്നത് ആ ദൂതൻ അയച്ച അതിൻ്റെ ഓണറാണ്. ഓണർ വേറെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും വെഞ്ചിരിക്കുകയാണെങ്കിൽ കൈ പിടിച്ചു. അപ്പോൾ വെഞ്ചിരിക്കുന്നു പറഞ്ഞു. അത് അച്ഛനെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ആള് എന്ന് വിശ്വസിച്ച് ആ ശുശ്രൂഷ സ്വീകരിച്ചു. അത് എന്ത് വിശ്വസിച്ചു അതുപോലെ ആയിത്തീർന്നു. വേഗം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ആളും തരവും നോക്കി അച്ഛന്മാരെ ബഹുമാനിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ട്. നല്ല അച്ഛന്മാരെയൊക്കെ ബഹുമാനിക്കാൻ ആർക്കും പറ്റും, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത്തിരി കുറവോ ഇത്തിരി കുറ്റമോ ഇത്തിരി ബലഹീനതകളോ ഒക്കെയുള്ളൊരു വൈദികനെ കാണുമ്പോൾ നമ്മൾ ഒരു വൈദികന് ചേരാത്ത വിധം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും വൈദികനോടല്ല, വൈദികൻ പറയും സാരല്ല ഒന്നും കുഴപ്പമില്ല, ഞാനും നിങ്ങളെപ്പോലെ ഒരുവനാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ആ വൈദികൻ അയച്ച ഒരാൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വൈദികനായ ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ സ്വന്തം അതോറിറ്റിയിലല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ അതോറിറ്റി എന്നെ വിളിച്ചവനും എന്നെ അയച്ചവനുമായ ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരാളുടെ മേൽ കൈകൾ വെക്കുമ്പോൾ സാരല്ല, ജയിക്കും, വീട് കിട്ടും. 1700 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടിന് വേണ്ടി അവർ പ്രാർത്ഥിച്ച് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഇതിനേക്കാൾ വലിയൊരു വീട് കിട്ടുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നലെ പാലായിൽ നിന്നൊരു കുടുംബം വന്ന് പറഞ്ഞു, അവർ പറഞ്ഞെങ്ങനെയാണ്, എത്ര നോക്കിയിട്ടും കല്യാണം നടക്കണില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, ഈ വേനൽക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ്, കല്യാണം നടന്നു, കല്യാണം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം വലിയൊരു പെരുമഴ അങ്ങ് പെയ്തു എന്ന് പറഞ്ഞു.
എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവൻ പറയാണ്, അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർത്ത്. എൻ്റെ കല്യാണം കഴിയുമ്പോൾ വേനൽക്കാലം തീരുന്നതിന് മുമ്പ്, അടുത്ത മഴയ്ക്ക് മുമ്പ് കല്യാണം നടക്കൂ എന്ന് അച്ഛൻ പറഞ്ഞത് അപ്പോൾ അവൻ ഓർത്ത്. നമുക്ക് ദൈവം ഓർമ്മിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മാത്രമല്ല, ലോകത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസര്, വചനപ്രഘോഷകരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, വൈദികരുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ വേർതിരിക്കപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷകരെ നാം ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ആ ശുശ്രൂഷ സ്വീകരിച്ചാൽ അവരിലൂടെ കർത്താവ് അങ്ങോട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പം അച്ഛൻ പറയണ പോലെ തന്നെ ആ കാര്യം മനസ്സിലായപ്പോൾ ആ കുട്ടി പറഞ്ഞു, കോളേജിൽ പോയിട്ട് വേറൊരു കുട്ടിയോട്, മോളെ നീ പേടിക്കണ്ട, നിനക്ക് 7 വർഷമായി, ഞാൻ ഒരു കാര്യം വെഞ്ചിരിച്ചൊരു സാധനം തരാം, നീ ഉപയോഗിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. ദൈവം ആ കുട്ടിയിലൂടെ പ്രവർത്തിച്ച്. അതാണ് പുതിയ നിയമത്തിലെ കർത്താവ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയം 2 കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും വൈദികരെ അപമാനിക്കുകയോ ഏതെങ്കിലും വൈദികരുടെ ബഹുമാനം ഇല്ലാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ കഴുകിക്കളഞ്ഞ് ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കണമേ യേശുവേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. എൻ്റെ ഇരുൾ നീക്കി, അന്ധകാരം നീക്കി, എൻ്റെ ഉള്ളം തെളിക്കണമേ. എല്ലാവരെയും ദൈവം കാണുന്നത് പോലെ കാണാൻ, ദൈവം തെരഞ്ഞെടുത്തവരെ, ദൈവം അംഗീകരിച്ചവരെ, ദൈവം നിയോഗിച്ചവരെ, ദൈവം അയച്ചവരെ, ദൈവത്തിന്റെ ശുശ്രൂഷകരെ ആദരിക്കാൻ എൻ്റെ കണ്ണ് തെളിച്ചു തരണമേ ഈശോയേ. ഈശോയേ, കഴുകണമേ, ഇരുനീക്കിയുള്ള തെളിക്കണമേ. സർവാംഗ എന്നെ നീ ശുദ്ധനാക്കൂ, സവിശേഷമെന്നെ നീ ശോഭിതനാക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ അവിടുന്ന് ലോകത്തിലേക്ക് നൽകുന്ന ദൈവ വിളിയിലൂടെയുള്ള അത്ഭുതങ്ങളെ നമുക്ക് ഓർത്ത് ആരാധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ പാട്ട് പാടുന്ന സമയത്ത് ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കർത്താവിന് മുമ്പിൽ നമുക്ക് ആഹ്ലാദത്തോടെ പാടി പ്രാർത്ഥിക്കാം. വിളിച്ചെന്നെ അനുഗ്രഹിച്ചു, തന്റെ വരങ്ങളാൽ എന്നെ നിറച്ചു. വിളിച്ചത് നാഥനല്ലോ, തന്റെ വിളിയൊരു ദാനമല്ലോ. കരങ്ങളടിച്ച് സാഹസങ്ങൾക്കിടയിൽ നിന്നും സഹചരിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തവൻ ഒരിക്കലും മായാത്ത മുദ്രയാൽ അഭിഷേചിച്ചു, മുദ്രയാൽ അഭിഷേചിച്ചു, മുദ്രയാൽ അഭിഷേചിച്ചു. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്നു.